ഹലോ! ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ചിട്ട് പുരുഷന്മാർക്കൊക്കെ പല പല എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇത്തരത്തിൽ പുരുഷന്മാർ സ്ത്രീകളിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി തന്നെ ഒരിടത്തും അടിച്ച് താഴ്ത്തി സംസാരിക്കുന്ന ഒരു പെൺകുട്ടി ആവരുത് എന്നാണ് ആദ്യം തന്നെ എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിയാക്കുക, അപമാനിക്കുക, സ്വന്തം ഭർത്താവിനെ കുറിച്ചിട്ട് ഇങ്ങനെ തമാശകളൊക്കെ പറയുക, ഇതൊക്കെ ചില പെൺകുട്ടികൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയിട്ട് കാണിക്കാറുണ്ട്. സ്വന്തം ഭർത്താവിനെ ഒരു കഴിവുകെട്ടവനാക്കി മാറ്റുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അവളെ അനുസരിച്ച് അവളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഭർത്താവിനെ വേണം എന്നാണ് ചില പെൺകുട്ടികളെങ്കിലുമൊക്കെ ആഗ്രഹിക്കാറുള്ളത്. അതിനു വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തിക്കെട്ടുക ഒക്കെ ചില പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യവുമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടീനെയും ഒരു പുരുഷനും അംഗീകരിക്കാനോ ഇഷ്ടപ്പെടാനോ ഒന്നും പറ്റത്തില്ല. അവർക്ക് അവരുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്ന് ഇനി അവരെന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്യുകയാണ് എങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്ത് അതിനെ തിരുത്തി മുമ്പോട്ട് സ്നേഹത്തിൽ അല്ലെങ്കിൽ സമാധാനത്തോടെ അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടീനെയാണ് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് എല്ലാ പുരുഷന്മാരും അവർ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് വേണ്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റി വേണം എന്ന് ചിന്തിക്കുന്നത് റെസ്പെക്റ്റ് ആണ്. വേദനിപ്പിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ കുത്തുവാക്കുകളൊക്കെ പറയുന്ന പെൺകുട്ടികളുണ്ട്. അവർക്ക് സ്വന്തം പാർട്ട്ണർ അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ വിഷമിക്കുന്നത് കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമുള്ളവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല, എന്നാൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികളുമുണ്ട്. പിന്നെ സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് എടാ, വാടാ, പോടാ, പൊട്ട ഇങ്ങനെയൊക്കെ പറയുകയും, അതായത് ഇപ്പം അവർ തന്നെയുള്ളൊരു ടൈമിലാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ആ ഒരു പുരുഷൻ്റെ പേരൻസിൻ്റെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിക്കുക, ഇതൊന്നും ഒരു പുരുഷന്മാർക്കും ഇഷ്ടമുള്ളൊരു കാര്യമേ അല്ല. ഹസ്ബൻഡിന്, അതായത് ഭർത്താവിന് ഭർത്താവിൻ്റേതായിട്ടുള്ള ഒരു വില കൊടുക്കുന്ന അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കുന്ന ഒരു പെൺകുട്ടീനെയാണ് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുക. എന്നാൽ ഇവിടെ ഞാൻ പറയുകയാണ്, ചില പെൺകുട്ടികളുണ്ട്, വളരെ ചുരുക്കം ചിലർ, ആ ഒരു പുരുഷൻ്റെ പേരൻസിൻ്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് എടാ, വാടാ, പോടാ, പൊട്ട ഇങ്ങനെയൊക്കെ വിളിക്കും. അതൊന്നും ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, അവനെ അംഗീകരിക്കാൻ മനസ്സുള്ള ഒരു പെൺകുട്ടീനെ വേണം എന്നാണ് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുക. അതായത് ചില സ്ത്രീകളുണ്ട്, അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെങ്ങനെ നടക്കുന്നു അതേപോലെ തന്നെ തൻ്റെ പുരുഷന് നടക്കണം. അവൾ കഴിക്കുന്ന ഫുഡ് മാത്രം അയാളും കഴിക്കാവുള്ളൂ. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വാശി പിടിക്കുക, വഴക്കുണ്ടാക്കുക. ഇങ്ങനെ ഉള്ള ഒരു പെൺകുട്ടീനെയും ഒരു പുരുഷന്മാരും അംഗീകരിക്കില്ല. ചില പെൺകുട്ടികളുണ്ട്, അവരുടെ ഭർത്താവിനെ ഒന്ന് മോഡേൺ ആക്കി കാണിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ. അതിന് വേണ്ടിയിട്ട് അവർക്കിഷ്ടമില്ലാത്ത ഡ്രസ്സിങ് ഒക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നു, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നു. പിന്നെ ചിലരുണ്ട് ഇങ്ങനെ ആഡംബരമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നു. എന്നിട്ട് ലോണൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് ആ ഒരു വ്യക്തിനെ കൊണ്ട് തന്നെ അത് അടപ്പിക്കുന്നു. ഇങ്ങനെ പൊങ്ങച്ചം കാണിക്കുന്നവർ. അതായത് ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടീനെയും ഒരു പുരുഷന്മാർക്കും ഇഷ്ടമല്ല. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഇത് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, സമാധാനം കൊടുക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം അവൾ. അതായത് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, സ്വന്തമായിട്ട് ആ ഒരു പെൺകുട്ടി ആ ഒരു പുരുഷനെ റെസ്പെക്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ അവന് സമാധാനം കൊടുക്കുക. സോ നിങ്ങൾ പെൺകുട്ടികൾ എല്ലാവരും അല്ല, ചിലരുണ്ട് ഒരാവശ്യമില്ലാതെ ആ ഒരു വ്യക്തിയോട് വഴക്കുണ്ടാക്കും. അങ്ങനെ ആ ഒരു വ്യക്തിയുടെ സമാധാനം കളയും. ഇങ്ങനെ സമാധാനം കളയുന്നത് ചില ഗേൾസ്, എല്ലാവരുമല്ല, വളരെ റെയർ ആയിട്ടുള്ള പെൺകുട്ടികൾ, അവർക്കിതൊരു ഹോബിയാണ്. അതുപോലെ തന്നെ അവസ്ഥ അറിഞ്ഞ് പെരുമാറുക. പിന്നെ
ഇപ്പോൾ ചില പുരുഷന്മാരുണ്ട് ഓഫീസിലൊക്കെ പോയിട്ട് അവിടുന്ന് കുറേ ടെൻഷനും പ്രഷറൊക്കെ ആയിട്ടായിരിക്കും വീട്ടിൽ വരിക. വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കുറേ കുറ്റപ്പെടുത്തൽ കുത്തുവാക്കുകളൊക്കെ ആയിട്ട് വൈഫ്. ഇങ്ങനെയുള്ള ഒരു ലൈഫ് ഒരിക്കലും ഒരു പുരുഷനും ആഗ്രഹിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരാവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്ന പെൺകുട്ടികളുമുണ്ട്. സോ നാലാമതായിട്ട് ഒരു പുരുഷൻ ആഗ്രഹിക്കുക അവൻ്റെ ലൈഫിൽ സമാധാനം കൊടുക്കുന്ന ഒരു പെൺകുട്ടീനെയാണ്. ഇനി 5th പോയിന്റ് എന്താണെന്ന് നോക്കാം. 5th പോയിന്റ് എന്ന് പറയുന്ന ട്രസ്റ്റാണ്, വിശ്വാസം. ആവശ്യമില്ലാതെ വഴക്കിടുക, ഫുൾ ടൈം പരാതി പറയുക. ഏതെങ്കിലും ഒരു പെൺകുട്ടി ആ ഒരു പുരുഷനോട് മിണ്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേറെ കഥകളുണ്ടാക്കുക. അല്ലെങ്കിൽ ആ ഒരു പുരുഷൻ ജോലിക്കൊക്കെ പോയിട്ട് വരികയാണ്, വരുന്നതേ അവൻ്റെ ഫോൺ വാങ്ങി ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് കണ്ണിൽ കണ്ട നമ്പറിലൊക്കെ വിളിക്കുക. ഇങ്ങനെ സംശയരോഗമായിട്ടുള്ള പെൺകുട്ടികളുമുണ്ട്. മറിച്ച് ആ ഒരു പുരുഷൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് അവനെ ട്രസ്റ്റ് ചെയ്ത് ഹാപ്പിയായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പെൺകുട്ടി. ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടീനെയാണ് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുക. സോ നമ്മളിവിടെ 5 പോയിൻ്റാണ് പറഞ്ഞത്. അപ്പോൾ ഈ 5 പോയിൻ്റൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് കൂടി ചെയ്തേക്കണം. അപ്പോൾ അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.